വിജയ നമസ്കാരം. നമസ്കാരം. രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇന്നലെ ആങ്കറേജിൽ വെച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ, ട്രംപും പുടിനും. ഇവര് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു വാർത്ത എന്താ അറിയോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. പക്ഷെ അതൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. ഇന്നലെ അവിടെ പുടിൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത പുടിനില്ലേ, ആ പുടിൻ യഥാർത്ഥ പുടിനല്ല. ചില ആൾക്കാർ പറയുന്നത് യഥാർത്ഥ പുടിൻ 2004 മരിച്ചുപോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റഷ്യ പുടിന്റെ 2 ക്ലോണുകൾ ഉണ്ടാക്കി ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പറയുന്നത് പുടിന്റെ 7ഓളം ക്ലോണുകൾ ഉണ്ട്. അപ്പൊ ഇവരിത് സാധൂകരിക്കാനായിട്ട് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത് പുടിന്റെ കവള് നോക്കൂ, പുടിന്റെ നടത്തം നോക്കൂ. പുടിന്റെ വാക്കിംഗ് ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. ആ പുടിന്റെ വാക്കിങ്ങിന് ഗൺ സ്റ്റൈൽ വാക്കിംഗ് അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത്. ഇഫ് ഐ എം റോങ് ഐ എം സോറി. അതാണ് പറയുന്നത്. ഞാനിപ്പോ വായിച്ചുള്ള എക്സാക്ട് വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ആ വാക്കിങ്ങിന്റെ ഒരു പ്രത്യേകത KGB എന്ന് പറയുന്ന ചാരസംഘടനയിൽ നിന്നാണ് ഇയാൾ ഉയർന്നു വന്നത്. അപ്പൊ അവിടെ പുടിൻ നടക്കുമ്പോൾ ഒരു കൈ അനങ്ങില്ല, വേറൊരു കൈ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കൈ അനക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എപ്പോഴും അരയിൽ ഒരു തോക്ക് കാണും. ഏത് നിമിഷവും ആ തോക്കെടുത്ത് ശത്രുവിന് നേരെ നിറയൊഴിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് പുടിൻ അങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇന്നലെ വന്ന പുടിനെ നിങ്ങൾ ശ്രദ്ധിക്കൂ, 2 കൈയും പുടിൻ അനക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ പുടിന്റെ നടത്തത്തിൽ ആ വാക്കിങ്ങിന് ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലല്ല അവിടെ കണ്ടത്. പിന്നെ പുടിന്റെ കവിള് കുറച്ച് വീർത്തിരുന്നു. ഇത് ആ പുടിനല്ല എന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും. പക്ഷെ നമ്മുടെ വാർത്ത ഒന്നുമില്ല. ഞാൻ ഒരു രസകരമായിട്ടുള്ള ഒരു ഫാക്ട് പങ്കുവെച്ചതേ ഉള്ളൂ. നമ്മുടെ വാർത്ത ഇന്ന് ട്രംപ് സെലൻസ്കി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അമേരിക്കയിലോട്ട്. എന്നിട്ട് ഇപ്പൊ ട്രംപ് പറയുന്നത് പുടിന് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. ഞാൻ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ തിരുമിയിട്ട് ആ വാർത്ത ഒന്നുകൂടെ നോക്കി. ഇത് കീഴടങ്ങാൻ തയ്യാറാണോ അല്ലെങ്കിൽ കിഴങ്ങ് കയറ്റി അയക്കുമെന്നാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെലൻസ്കി ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. സെലൻസ്കിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോ അവിടെ പിടിച്ച സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ സെലൻസ്കി വിചാരിച്ചു സ്ഥലങ്ങളൊക്കെ നമുക്ക് തിരിച്ചു തരുമെന്നായിരിക്കും. അല്ല, അതൊക്കെ അവർക്ക് കൊടുത്തേനെ. അത് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ പുടിൻ 2-3 സ്ഥലങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണമെന്ന്. അതും കൂടെ കൊടുത്തേനെ. കാരണം ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. ഡൊണറ്റ്സ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഡൊണറ്റക്സ് എന്നാണ്. ഡൊണറ്റക്സ് അല്ല, ഡൊണറ്റ്സ്ക് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. റഷ്യയാണ് ഇപ്പോൾ അവിടെ നിയന്ത്രിക്കുന്നത്. ആ സ്ഥലം ഞങ്ങൾക്ക് വേണമെന്നുള്ള പുടിന്റെ വാഗ്ദാനമാണ്. ആ സ്ഥലം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിലവിൽ ഞങ്ങൾ നടത്തുന്ന ഈ നീക്കം എന്ന് പറഞ്ഞാൽ സൈനിക നീക്കം ഞങ്ങൾ മരവിപ്പിക്കാം എന്ന് പുടിൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ഈ ട്രംപ് വിളിച്ചിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് സംസാരിച്ചു. യൂറോപ്യൻ യൂണിയൻ അറിയാമല്ലോ, അവന്മാരെ അമ്പിനും വില്ലിനും അടുക്കത്തില്ല. കാരണം യുക്രൈന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് ഇവരാണ്. പൈസയും വെള്ളവും വളവും എല്ലാം കൊടുത്തു. ട്രംപ് ഭക്ഷണം പോലും കൊടുക്കാതെ ഈ സെലൻസ്കിയെ അടിച്ചോട്ടിച്ചപ്പോ ഇയാൾ നേരെ ചെന്ന് UK-ലോട്ടാ. UK-യിൽ അയക്ക് കിട്ടിയ സ്വീകരണം നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യൂറോപ്പ് ഇതിന് സമ്മതിക്കും എന്ന് ഒരു നിരീക്ഷണം കൊണ്ട് ഞാൻ നടത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിഡിത്തമായി പോകും. ഇനി സമ്മതിക്കുകയോ എന്ന് എനിക്കറിയില്ല. കാരണം എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലോജിക്കലായിട്ടുള്ള ഫാക്ടറുകൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധത്തിൽ യുക്രൈന് കനത്ത നഷ്ടം സംഭവിക്കും എന്ന് ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പുടിനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു ഉടമ്പടി സമാധാനം കൊണ്ടുവരണം എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്. സെലൻസ്കി മുഴുവൻ ബോണസ് മേഖലയും റഷ്യക്ക് കൈമാറിയാൽ, അതായത് റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ പോലും കൈമാറിയാൽ ഒരു സമാധാന കരാർ ഉണ്ടാകും എന്നാണ് ഇയാൾ ഇപ്പൊ പറയുന്നത്. അപ്പോ സെലൻസ്കി പറഞ്ഞു നോ, നാറ്റോ വരും ഞങ്ങളുടെ കൂടെ, നാറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ട്രംപ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു വരില്ല, നാറ്റോയും വരില്ല, നാറ്റോയോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, അവരും വരില്ല. പിന്നെ എന്തിനാണ് ഈ സെലൻസ്കിയെ ഈ പുടിൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? സെലൻസ്കി ഇപ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ യുദ്ധം തീരില്ല. എന്നാൽ സെലൻസ്കിക്ക് സമ്മതിക്കാതെ വേറൊരു നിവൃത്തിയില്ല. ട്രംപ് കീഴടങ്ങി എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ട്രംപ് പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെന്ന് പറയുന്നു പുടിന് മുമ്പിൽ. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടാണെന്ന് അമേരിക്കയിലെ പ്രതിപക്ഷം ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ട്രംപ് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രംപ് ഇത് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തിനാണ് ട്രംപ് ഇത് പറയുന്നത്? കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ ഈഗോയുടെ അങ്ങേ അറ്റമാണ്. ഒരു മനുഷ്യന്റെ മുമ്പിൽ പോലും തല കുനിക്കാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി പുടിനെ കാണുമ്പോൾ ഞങ്ങൾ കീഴടങ്ങാം, എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ആ സ്ഥലം കൊടു, അവർക്ക് പിടിച്ചു വയ്ക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുകൂടെ കൊടുത്തേ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇയാളുടെ ലക്ഷ്യം ട്രംപിന്റെ? ഇതിന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത്. സിമ്പിളാണ്. ഇവിടെ ആൾക്കാർ തള്ളിമറിക്കുന്നതാണെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് പുടിനും ട്രംപും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ട്രംപിന്റെ വേറൊരു അടവാണ് പുടിനെ കൂടെ നിർത്തി ഇന്ത്യക്കിട്ട് പണിയാൻ. അങ്ങനെയേ അല്ല. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾ, ഒപ്പം തന്നെ RIC
അവരുടെ 23ഓളം യോഗങ്ങൾ നടന്നു ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ. ഉം. അവരൊരു സ്ട്രോങ് ഡിസിഷനിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിൽ നമ്മൾ നിരന്തരം ചർച്ചകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്കൊരു പ്ലാൻ എ ഉണ്ടായിരുന്നു. അത് ട്രംപിന് നന്നായിട്ട് അറിയാം. അതായത് ഉം. ഇവിടെ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു കീഴടങ്ങൽ അമേരിക്ക നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ ട്രംപിന് ഒരു നിമിഷം പോലും പുട്ടിന് ഒരു നിമിഷം പോലും പിന്നെ വേണ്ടി വരില്ല. നമ്മൾ മുൻപ് ഉം. ഉം. പറഞ്ഞിരുന്നു, ഈ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ പുട്ടിൻ അവസാനമായിട്ട് ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കും, ഇല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആക്രമിക്കും. അത് കീഴ്പ്പെടുത്താൻ വേണ്ടി ആയിരിക്കില്ല, പകരം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ വലിച്ചിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഉം. ആയിട്ടുള്ള ഒരു കണക്ക് വരുമ്പോൾ ഈ അമേരിക്കയിലടക്കം എല്ലായിടവും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ സാമ്പത്തിക ഉം. പ്രതിസന്ധി നിൽക്കുന്നത് നാറ്റോ രാജ്യങ്ങളെ അമേരിക്കയും കൂടെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവരും തെണ്ടിത്തിരിയും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ജാടയും വേലയും കാണിച്ച് നടക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, 8 നില പൊട്ടി നിൽക്കുന്ന മുതലാളി കയ്യിൽ ഒരു ബ്രേസ്ലെറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, റോൾ ഗോൾഡ് ആയിരിക്കും, ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് വലിയ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ പറയും കുഴപ്പമില്ല, മുതലാളി പൊട്ടിയിട്ടില്ല, കൊള്ളാന്ന് പറയും. ആ അവസ്ഥയിലാണ് അതെ ഇപ്പോൾ പല അതെ. രാജ്യങ്ങളും നിൽക്കുന്നത്. അവരെ നേരെ മറിച്ച് മുതലാളിയുടെ നമ്മൾ പോയിട്ട് മുതലാളി ഒരു 100 രൂപ പിരിവ് തരാമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാകുന്നത് എന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് ഇവരെ വലിച്ചഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് പുട്ടിൻ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ താഴെ ആരോ ചോദിക്കുന്നത് കേട്ടു, ഈ ചർച്ചയിൽ ആരാ ഹീറോ എന്ന്. അപ്പൊ അതിൽ അക്ഷരം അല്ലെങ്കിൽ തെറ്റുകൂടാതെ നമുക്ക് പറയാൻ പറ്റും പുട്ടിൻ തന്നെയാണ്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നലെ ആ ഉം. ചർച്ച നടന്ന സ്ഥലം അലാസ്കയാണ്. അലാസ്കയിൽ സാധാരണഗതിയിൽ ഈ ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അവരുടെ രാജ്യത്ത് 2 പേര് സംസാരിക്കാനായി എഴുന്നേൽക്കുമ്പോൾ, 2 രാഷ്ട്രത്തലവന്മാർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആദ്യം സംസാരിക്കേണ്ട വ്യക്തി ശ്രീ ഡൊണാൾഡ് ട്രംപ് ആണ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. പക്ഷെ നേരെ പതിവിന് വിപരീതമായി ഇന്നലെ സംസാരിച്ചു തുടങ്ങിയത് പുട്ടിനായിരുന്നു. പുട്ടിന്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പറഞ്ഞു. ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലെന്ന് തന്നെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പറയുമ്പോൾ ഭംഗിയായിട്ട് നമുക്ക് തോന്നും വേറെന്തോ വലിയ കാര്യമാണ്. ഒരു കാര്യവും പുള്ളി അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നടന്ന ഒരു ഷോ മാത്രമാണ്. കാരണം അവിടെ വേറെ വഴിയില്ല. ട്രംപ് ഇതൊക്കെ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ പോയ ആള് തന്നെയാണ്. കാരണം ട്രംപിന് നന്നായി അറിയാം ഇത് ഉം. ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്നും. ഇത് കഴിഞ്ഞ്, കാരണം ഇതിനി ഒരു വലിയ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുക അത് വലിയ സൈനിക ശക്തിയാണ്. ശരിയാണ്, സൈനിക ശക്തി ആണെങ്കിലും ഈ റോക്കറ്റ് വിടാനും പിന്നെ മിസൈൽ വിടാനും ഒക്കെ നല്ല സാമ്പത്തിക ചെലവുള്ളതാണ്. കാരണം ട്രേഡിങ് കംപ്ലീറ്റ് അങ്ങ് നിലച്ചു പോകും. ഇപ്പൊ തന്നെ ട്രംപിന്റെ താരിഫ് യുദ്ധം കൊണ്ട് തന്നെ ലോകത്തിന്റെ സാമ്പത്തിക ക്രമം പലയിടത്തും താറുമാറാകുന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു യുദ്ധം കൂടെ വന്നാൽ എന്ത് ചെയ്യും? ഈ അമേരിക്കയെ കുറിച്ച് 30 ട്രില്യനാണ് അവരുടെ എക്കണോമി എങ്കിൽ അത്രയും തന്നെ കടവും ആ രാജ്യത്തിനുണ്ട്. അപ്പൊ വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പൊ തന്നെ താരിഫ് കൊണ്ട് അവിടുത്തെ ജനം പൊറുതിമുട്ടും. ഇനി യുദ്ധത്തിലേക്കൂടെ അവരെ വലിച്ചഴക്കുമ്പോൾ എന്തുമാത്രം സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും വരും. കാരണം ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. മുകളോട്ട് നോക്കി ആകാശവും താഴെ ഭൂമിയുമാണ്. ഇങ്ങനെ ഉം. നിൽക്കുന്ന ഒരു രാജ്യം, ഇവരുടെ കൂടെ നിൽക്കുന്ന മറ്റൊന്ന് ഉത്തര കൊറിയ എന്ന് പറഞ്ഞൊരു രാജ്യമാണ്. അന്തവുമില്ല കുന്തവുമില്ലാത്ത ഒരു രാജ്യമാണ്. അവർക്കും പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ഉള്ളത് ചൈനയും ഇന്ത്യയാണ്. അവരും ബുദ്ധിപൂർവ്വം ഇവർക്ക് ബാക്കപ്പോടെ ചെയ്യാമെങ്കിൽ ലോകം മുഴുവൻ കടന്ന് തമ്മിലടിച്ച് മുമ്പോട്ട് പോകും. ഈ ഒരു സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ട്രംപിന്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ പുട്ടിന്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും, എങ്ങും ഒരു വിട്ടുവീഴ്ച മനോഭാവം റഷ്യ കാണിക്കാറില്ല, പുട്ടിനും കാണിക്കാറില്ല. അങ്ങനെ ഇവർക്ക് ഈ ചുമ്മാതൊരു കോംപ്രമൈസ് യുദ്ധം അവസാനിപ്പിക്കാനാണെങ്കിൽ പുട്ടിന് പണ്ടേ ആകുമായിരുന്നു. എത്ര കോടി അതെ. രൂപ പുട്ടിന് നഷ്ടം വന്നു. അവരുടെ ഉപരോധം മൂലം അവരുടെ കച്ചവടം പലതും പൂട്ടിപ്പോയി. അവർക്ക് പിന്നെ ഈ യുദ്ധത്തിന് ചിലവായ തുകയുണ്ട്, വലിയ തുക. അവരുടെ എത്ര പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ട്രംപ് വന്ന് പറയുമ്പോൾ എന്താണ് ശരി, ഓക്കെ എന്ന് പറയാൻ പറ്റില്ല പുട്ടിന്. ഇവിടെ ഇപ്പൊ പുട്ടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1/5 ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉക്രൈൻ്റെ 1/5 പ്രദേശമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഓൾറെഡി അതിനകത്ത് നിന്ന് 3.5 പ്രദേശങ്ങൾ റഷ്യയുടെ കൈവശം തന്നെ ഇരിക്കുകയാണ്. ഈ പറയുന്ന ഡൊണറ്റ്സ്ക് എന്ന് പറയുന്ന ഈ പ്രദേശം, അത് ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികത്തിന്റെ ഒരു നട്ടല്ലായ ഒരു പ്രദേശമാണ്. ആ പ്രദേശം ഓൾറെഡി റഷ്യയുടെ കയ്യിലാണ്. അത് കിട്ടിയേ പറ്റൂ എന്നാണ് ഏറ്റവും കുറഞ്ഞ ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത് പുട്ടിൻ. അത് കൂടാതെ ഉം. പുട്ടിന് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്ന് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ, ഈ സൊണാറ്റെക്സ് വേണം. അത് കൂടാതെ ഞങ്ങൾ ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള ഉക്രൈന്റെ 2 പ്രവിശ്യകൾ, അവിടെ ഇനി ഞങ്ങൾ വേറെ മൂവ്മെന്റ് ഒന്നും നടത്തില്ല, ഞങ്ങൾ അവിടെ ഉണ്ടാകും. അതായത് അത് പറയുന്ന കാര്യം, ഞങ്ങൾ മൂവ് ചെയ്യില്ല, ഞങ്ങളുടെ മുൻനിര സൈന്യത്തെ ഉം. നീക്കില്ല, ഇനി ഞങ്ങൾ അവിടെ നിന്നും നീങ്ങില്ല, പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ടാകും എന്നതിന് പറയുന്ന അർത്ഥം നിലവിൽ 3 ഇത് നിങ്ങൾക്ക് വേണം, ഉം. പിന്നെ ഇതും ഞങ്ങളുടെ കൂടെ ഇരിക്കും, ഞങ്ങൾ ഇപ്പൊ തൽക്കാലം അതെ അവിടെ അതെ. നിന്നും മാറുന്നില്ല എന്ന് പറയും. ഇതിന് സെലൻസ്കിക്ക് സമ്മതിക്കുകയോ പറ്റില്ല സമ്മതിക്കാൻ. കാരണം അതിനായിരുന്നെങ്കിൽ അദ്ദേഹം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. ഇനി അദ്ദേഹം സമ്മതിച്ചാൽ ഉക്രൈൻ ചെയ്യുന്നത് സമ്മതിക്കത്തില്ല. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇന്നലെ നാറ്റോ സഖ്യത്തിലെ പല രാജ്യങ്ങളും ഏതായാലും ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറയാ, ഞാൻ ഈ ആദ്യം പറഞ്ഞ ഉം. തിയറി തന്നെയാണ്.
ട്രംപ് വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാകും നാറ്റോ സഖ്യത്തിൻ്റെ ഇടയിൽ. റഷ്യ ആകപ്പാടെ മൊത്തത്തിൽ പേളകി നിൽക്കുകയാണ്. അവരെങ്ങോട്ടെങ്കിലും ഒരു യുദ്ധം അഴിച്ചുവിട്ടാൽ നമ്മളെല്ലാം കൂടെ അതിന്റെ പാലേ കിടന്ന് തൂങ്ങേണ്ടി വരുന്ന സമയം നോക്കി കിഴക്ക് നിന്ന് ചൈനയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അവരന്മാരുടെ അതിർത്തിയിൽ അവന്മാർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. തായ്വാനായാലും പാകിസ്ഥാനായാലും മൊത്തത്തിൽ നമുക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളതാകും. നമ്മളെല്ലാം സാമ്പത്തികമായ ക്രൈസിസിൽ പോകും. അതുകൊണ്ട് ഇവൻ ഇച്ചിരി സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യം സേഫ് ആകും. പിന്നെ മുമ്പോട്ട് ഈ നാറ്റോ രാജ്യങ്ങൾ വെച്ചൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതാണ് അതിലും ബഹുരസം. ഉക്രൈന് സംരക്ഷണം ഒരുക്കും എന്നൊരു ഡയലോഗ് കൂടെ അമേരിക്കൻ ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഞാൻ സംരക്ഷണം കൊടുക്കാൻ അതെ തയ്യാറാണ്. അതെ. പുടിൻ അപ്പോഴേ പറഞ്ഞ കാര്യം ആ പണി ഇവിടെ നടക്കില്ല. കാരണം നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിനെ തടയാൻ കഴിയില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ട്രംപ് പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ സംരക്ഷണം കൊടുത്തോളാം, ഈ സ്ഥലമൊക്കെ വിട്ടുകൊടുക്കും, ഇനി മുതൽ യുക്രൈൻ ആരും ആക്രമിക്കാൻ സംരക്ഷിക്കുമെന്ന് പറയും. ഇത് തന്നെയല്ലേ ഈ യുദ്ധത്തിന്റെ മൂല കാരണവും. ഈ ഉം. ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പോകുമ്പോഴെന്താണ് സംഭവിക്കുക? റഷ്യയുടെ സമീപത്തുള്ള ഉക്രൈനില് നാറ്റോ രാജ്യങ്ങളുടെ സൈനിക താവളം ഉൾപ്പെടെ വരും അല്ലേ? അതെ അതെ. ഇതിനായിരുന്നല്ലോ മൂല കാരണം, ഇതായിരുന്നല്ലോ പ്രശ്ന കാരണം. ഇപ്പൊ ട്രംപ് പറഞ്ഞല്ലോ, ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറയുന്നത് എന്താണ്? നാറ്റോ സഖ്യത്തിൽ അല്ലെങ്കിലും ഞങ്ങൾ സംരക്ഷണം തരും. എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്? അവരുടെ യൂണിറ്റുകൾ, അവരുടെ വ്യോമത്താവളങ്ങൾ, അവരുടെ മിസൈൽ വിങ്ങുകൾ, അവരുടെ വാർഷിപ്പുകൾ കൊണ്ടിടുക. ഇത് അങ്ങേര് സമ്മതിക്കുമോ പുടിൻ? കാരണം അയാളുടെ ചുറ്റുപാടും ഈ പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള ഇത് വരുന്നതിന് അയാൾക്ക് ഇഷ്ടമല്ല. അദ്ദേഹം സമ്മതിക്കില്ലത്. അദ്ദേഹം പറഞ്ഞ അത് നടക്കില്ല, നിങ്ങൾ വിട്ടു തന്നോ, ഞാൻ പണി നിർത്തിക്കോളാം. പണി നിർത്താൻ വെച്ചാൽ യുദ്ധം ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്റെ ഡിമാൻഡ് ഇതാണ്, ഇത് തന്നാൽ നമ്മൾ നിർത്തിക്കോളാം. പക്ഷെ എന്തുറപ്പാണ് സെലൻസ്കിക്ക് ട്രംപ് കൊടുക്കാൻ പോകുന്നത്? സ്ഥലം വിട്ടു കൊടുക്കാൻ പറഞ്ഞാൽ സെലൻസ്കി സമ്മതിക്കുമോ? ഇല്ല. ഇനി എല്ലാരും കൂടെ ഉം. കാലയെ പിടിച്ചിട്ട് പിന്നെ പറയുമായിരിക്കും, നിങ്ങൾക്കുള്ള ഫണ്ട് ഞങ്ങൾ ചെയ്തേക്കാം, നിങ്ങൾക്ക് പിന്നെ എന്താണ് ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ തന്നേക്കാം, സംരക്ഷണം തന്നേക്കാന്ന് പറയും. ഈ സംരക്ഷണം കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുടിൻ സമ്മതിക്കുമോ? ഇല്ല. ഉം. ഇതാണ് അവിടെ നടക്കുന്ന കാര്യം. പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, തിങ്കളാഴ്ച സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ട് ഒരു വരട്ടാൻ വേണമെങ്കിൽ, നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു കേട്ടോ, അവിടുത്തെ ഈ പിന്നെ ഭരണത്തിൽ തുടരാനുള്ള കാലാവധി അതിന് കഴിഞ്ഞ, യുദ്ധം കാരണം വീണ്ടും കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് രാജിവെച്ചിട്ട് ഒരു ഇലക്ഷന് നേരിടാൻ പറയും. അത് അതിലും ഉം. കൂലുമേ കുരുവാകും. അതാണ് അതിലും വലിയ പ്രശ്നം വരുന്നത്. അപ്പൊ ഏതായാലും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ട്രംപ് അനുകൂലികൾ പറയുന്നത് ഇന്ത്യ തകർക്കും. ഇതിന്റെ ഇടയ്ക്ക് ഈ റഷ്യയില് വലിയ ബിസിനസ് ഡീലുമായിട്ട് ട്രംപ് നിൽക്കുന്നുണ്ട്. അവിടുന്ന് എണ്ണ ഇറക്കുമതി, ഇവിടുന്ന് പിണ്ണാക്ക് ഇറക്കുമതി, അങ്ങനെ ഒരു നിൽക്കും. ഇവിടെ മോദിയല്ലേ താരം, മോദിയല്ലേ മിടുക്കൻ. ഉം. കാരണം ഈ അമേരിക്ക ഉം. ഈ പുകലൊക്കെ ഉണ്ടാക്കുമ്പോഴും റഷ്യയോടൊപ്പം കട്ടയ്ക്ക് നിന്ന് ഇന്ത്യ. ഇപ്പൊ എന്തായി? ഈ യുദ്ധം തീർന്ന് ഉടൻ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയുമായിട്ട്, അമേരിക്ക അടക്കം റഷ്യയുമായിട്ട് വലിയ വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ പോകും. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ തന്നെ ഉം. 51% ഓയിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് മേടിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഫ്രാൻസും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ അവരെന്താ പറയുന്നത്? ഞങ്ങൾ റഷ്യയുമായിട്ട് ഇപ്പോൾ ഒരു വലിയ ഡീല് വെക്കാൻ പോവുകയാണെന്ന്. അപ്പം ഇത് ഉം. നമ്മൾ ഈ ട്രംപിന്റെ വാക്കും കേട്ട്, അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യയുടെ എണ്ണ വാങ്ങലും നിർത്തി അവരുടെ കയ്യിൽ നിന്ന് ഉള്ള പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ എന്നാണ്. നമുക്ക് എണ്ണയല്ല പ്രധാനം, നമുക്ക് പൊട്ടാസ്യമാണ് പ്രധാനം. കാരണം നമുക്കറിയാം, ഉം. നമ്മുടെ ഉം. നാട്ടിൻപുറത്തൊക്കെ ഈ കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? പൊട്ടാസ്യം എന്ന് കേട്ടിട്ടില്ലേ? നെല്ലിനും തെങ്ങിനും ഉം. ഒക്കെ നമ്മളത് ഉപയോഗിക്കും പൊട്ടാസ്യം. അപ്പം അത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ എന്നാണ്. നമുക്ക് അതാണ് പ്രധാനം, നമ്മുടെ കാർഷിക വിപണിയാണ്. അപ്പം മൂലധനം ഇവിടെ ജയിച്ചത് അങ്ങേര് തന്നെയല്ലേ? ഇല്ലെങ്കിൽ അങ്ങേര് ഈ ട്രംപിന്റെ വാക്കും അമേരിക്കയുടെ വാക്കും ഒക്കെ ആയിട്ട് തുള്ളിയിരുന്നെങ്കിൽ ഇപ്പൊ ആരായേനെ? അവര് തമ്മിൽ ബിസിനസ്സും ചെയ്തതിന് ഇന്ത്യ ഒരേ സമയം തന്നെ അമേരിക്കയുടെ അടിമയും റഷ്യയുടെ ശത്രുവായി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പക്ഷെ ദൈവം സഹായിച്ച് നമ്മുടെ രാജ്യം ഇന്ന് വരെ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് വരെ ഒരു പോറലേൽപ്പിക്കാത്തൊരു ബന്ധം ഇന്ന് ഇന്ത്യയും റഷ്യയുമായിട്ടാണ്, പണ്ട് തൊട്ടേയാണ്. എന്നാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഉം. അവർക്ക് അവരുടെ ഉം. കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ താരം നമ്മൾ ഇന്നലെ ഒരു തലക്കെട്ട് കൊടുത്തു, പലരും ചോദിച്ചു എന്തിനാണ് ഈ മോഡിയെ വലിച്ചു കയറ്റുന്നത്. അതെനിക്ക് തോന്നുന്നു ആ വീഡിയോ മുഴുവൻ കാണാത്ത ഏതോ ഒരു വിവരദോഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം ആ കമന്റ് ചെയ്യില്ലായിരുന്നു. ശരിക്കും ഉം. ഇവിടുത്തെ ഉം. ഉം. താരം പുടിൻ തന്നെയാണ്. പുടിൻ ഒരു സ്ട്രിക്റ്റ് നിലപാടെടുത്തത് കൊണ്ട് തന്നെയാണ് ട്രംപിന് ഇത് വഴങ്ങേണ്ടി വന്നത്. കാരണം താരിഫിന്റെ യുദ്ധം എങ്ങും എത്തില്ല എന്നും, അത് മാത്രമല്ല ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരാൻ കഴിയാത്ത വിധം ഒരു വലിയ ഒരു സംഘർഷാന്തരീക്ഷം ലോകത്ത് രൂപപ്പെടുമെന്നും കൃത്യമായി തന്നെ ട്രംപിന് അറിയാം. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും എണ്ണ വില കൂടും, ഇന്ത്യക്കും വില കൂടും, എല്ലാവർക്കും കൂടും. ചരക്ക് ഗതാഗതം എല്ലാവർക്കും കൂടുള്ളതാണ്, എല്ലായിടത്തും നിശ്ചലമാകും.
ഉം. കോവിഡാനന്തര ശേഷം ലോകം ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന സമയത്താണ് ഇത് തന്നെയാണ് ട്രംപ് ചെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ വിളിച്ചു പറഞ്ഞത്, ഡേ അവൻ അമ്പിനും വില്ലിലും അടുക്കുന്നില്ല, അവൻ പണി തരും. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവനെ കൈവിട്ടാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം ഇപ്പം ഉം. ഉക്രൈനെ ഉം. കൂടെ ഉം. നിർത്തുന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റും നമുക്കില്ല. അതുകൊണ്ട് കുറച്ച് ഉം. സ്ഥലം അവന് കൊടുത്ത് അവന്റെ പ്രശ്നം തീർക്കുക, എന്നിട്ട് നമുക്ക് നല്ല രീതിയിലായിരുന്നു എണ്ണ കച്ചവടം ചെയ്യാം. എണ്ണ ഉം. ഉം. മേടിക്കാം, ഗ്യാസ് മേടിക്കാം, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ അവരുടെ നിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ പോരേന്ന് വെച്ചപ്പോൾ സായിപ്പിന്റെ ബുദ്ധി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ഏതായാലും ഈ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് റഷ്യ സമ്മതിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ നിലയിലാണ് ട്രംപ് അതും പറയും, ഞങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, വെറുതെ കൊടുക്കത്തൊന്നുമില്ല എന്ന് തന്നെ പറയാൻ സാധ്യത. ഏതായാലും ഈ ഒരു ഇതിനകത്ത് ഒരു വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ, അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് അതിന്റെ കാലം കഴിഞ്ഞു എന്ന് ഒരിക്കൽ കൂടി തെളിവാക്കുന്ന സംഭവമാണ്. നമുക്കറിയാം, ഉം. കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തില് നമ്മുടെ ലുല ഇവിടെ ബ്രസീലിയൻ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചക്രവർത്തിമാർ ലോകം ഭരിക്കുന്ന കാലം പോയി, ഇവിടെ അതെ, ചക്രവർത്തിയുടെ അതെ. ആവശ്യമില്ല. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കയുമായി ഞങ്ങളൊക്കെ ചേർന്ന് പോകാനും സ്നേഹത്തിൽ പോകാനും ആഗ്രഹിക്കുന്നു, പക്ഷെ ചക്രവർത്തി ആകണ്ടെന്ന് പറഞ്ഞു. അതായത് ലോക പോലീസ് എന്നുള്ള പവർ പൊളിഞ്ഞടുങ്ങിയ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ഈ ചർച്ചയിൽ കണ്ട, അലാസ്കയിൽ കണ്ടത്. അവിടെ ഉം. 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 അക്ഷരാർത്ഥത്തിൽ ഹീറോ പുടിൻ തന്നെയായിരുന്നു. അദ്ദേഹം രണ്ടും കൽപ്പിച്ച്, പുടിന്റെ ഒരു ക്യാരക്ടർ ഒരുപക്ഷെ ട്രംപിനെ പോലല്ല, സൈലന്റ് ആയിട്ട് നിന്നിട്ട് കാര്യം പറയുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, എന്റെ കൺട്രോൾ പോയി നിൽക്കുകയാണ്, ഈ പണി ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ പോളണ്ടിനോ UK ആണ് അവരുടെ ഒരു മെയിൻ എയിമായിട്ട് നേരത്തെ തന്നെയൊക്കെ അതെ, പ്രഖ്യാപിച്ചാണ്, അതെ. കറക്റ്റ് ആണ്. ഞാൻ അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു മിസൈൽ വിട്ടാൽ എന്താകും അവസ്ഥ? ഈ നാറ്റോ എല്ലാം കൂടെ റഷ്യക്ക് നേരെ ആക്രമണമാണ്. അപ്പൊ എന്ത് പറ്റും? ലോകം മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും, എല്ലാവർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, എല്ലായിടത്തും ഉം. ട്രേഡിങ് തീരും. ട്രംപിന് കാര്യങ്ങൾ മനസ്സിലാഞ്ഞിട്ടല്ല. അവിടെ അതുകൊണ്ടാണല്ലോ ഇന്നലെ പൂച്ചയെ പോലെ അവിടെ അടങ്ങി വലിയ ഡയലോഗും ഒച്ചപ്പാടും ഒന്നും അതെ, അതെ, ഉണ്ടായില്ല. അതെ. വന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത ഡയലോഗ് എന്താ പറഞ്ഞത്? ഇന്ത്യക്ക് ഒരു എക്സ്ട്രാ താരിഫ്, പകരച്ചുങ്കം 25% പ്രഖ്യാപിച്ചിരുന്നു. ഈ ഓഗസ്റ്റ് 27-നാണ് ഇത് വരുന്നത്. അതിപ്പോ ഉം. ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പുടിൻ പറഞ്ഞിട്ടുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ ഉം. ലെവൽ ചെയ്യില്ലെങ്കിൽ ആകപ്പാടെ കുളമാകും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഇനി എന്തായാലും ഉം. 3 ആഴ്ച കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഏതായാലും നാളത്തെ ദിവസം നിർണായകമാണ്. നാളെ സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നുണ്ട് ട്രംപുമായിട്ട് സംസാരിക്കാൻ. അവിടെ എന്താണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല പഴയ പോലത്തെ ഒരു ട്രംപിന്റെ സമീപനമായിരിക്കും സെലൻസ്കിയോടന്ന്. കാരണം അന്ന് നമ്മൾ കണ്ടത് വളരെ മോശമായി പോയ ഒരു പ്രവൃത്തിയാണ്. ഒരു രാജ്യത്തിന്റെ, സെലൻസ്കിയെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അവഹേളിച്ച് അപമാനിച്ച് ഇറക്കിവിടും നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തായാലും നാളത്തെ ചർച്ച അങ്ങനെ ആകാൻ സാധ്യത ഒട്ടുമില്ല. കാരണം ട്രംപിനെ ഇപ്പോൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കണം. ഒപ്പം തന്നെ ഈ സെലൻസ്കിയോട് വളരെ സ്നേഹത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. കാരണം അതെ. നോബൽ പ്രൈസ് ആണ് മുഖ്യം ബിഗിലെ ഇതിനകത്തൊക്കെ. അത് എങ്ങനെങ്കിലും കിട്ടിയേ പറ്റൂ. ഇന്നലെ ഹിലാരി ക്ലിന്റൺ പറയുന്ന കേട്ടു, ട്രംപിന് ഒരു നോബൽ പ്രൈസ് കൊടുക്കണമെന്ന്. മുമ്പ് എതിരാളിയായിരുന്നല്ലോ. അപ്പൊ അപ്പൊ ട്രോൾ ചെയ്താണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അറിയില്ല. 2-3 എന്തായാലും കേസൊക്കെ അതാണ് ഹിലറി അതിനകത്ത്. ക്ലിന്റന്റെ പേരിൽ എടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ബംഗ്ലാദേശിന്റെ യൂനിസിന്റെ മോള് മോണിക്ക മറ്റേ യൂനിസ്, യൂണസിന്റെ മോള്. പിന്നെ ഹിലറി ക്ലിന്റന്റെ ഫൗണ്ടേഷനിൽ പ്രവർത്തിച്ച് അവിടെ അഴിമതി നടത്തി. സ്വാഭാവികമായിട്ടും ട്രംപ് വിളിച്ച് ഭീഷണിപ്പെടുത്തി കാണും, കുന്തം കയറ്റുമെന്ന് പറഞ്ഞു കാണും. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും വരുവാ. അപ്പൊ പിന്നെ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണം എന്നായിരിക്കും ഹിലറി ക്ലിന്റൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഹിലറി അതെ, ക്ലിന്റനെ അതെ. മറ്റേ ഗ്രില്ല് ചെയ്യും പോലെ, മറ്റേ കുന്തത്തിൽ കുത്തിയിട്ട് ഇയാള് മറ്റേ ചിക്കൻ ഗ്രില്ല് ചെയ്യില്ല, അതുപോലെ ഇയാളെ ഗ്രില്ല് ചെയ്യും. അല്ല, ചിലപ്പോൾ നാളെ വരുന്ന സെലൻസ്കൂടും പറയുമായിരിക്കും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്തായാലും നിന്റെ കുറച്ച് സ്ഥലം പോയാലും കുഴപ്പമില്ല, പോകുന്നതിന് മുമ്പ് എനിക്ക് നോബൽ പ്രൈസ് തരണമെന്ന് പറഞ്ഞിട്ട് പോകണം എന്നുകൂടെ പറയുമായിരിക്കും. അങ്ങ- ആയിരിക്കാം. അങ്ങനെ ചെയ്യുമായിരിക്കും. എന്തായാലും പോയി ആ ട്രംപിന്റെ എല്ലാ പടപ്പുറപ്പാടും ആ അഭ്യാസവും ഒക്കെ പോയി. ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് ഉം. നടക്കുന്നത് അവർ വിചാരിച്ച എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒന്നുമല്ല, റഷ്യ തന്നെയാണ് ഇപ്പോഴും ടോപ്പ്. ഇന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, റഷ്യ ഒരു വൻ ശക്തിയാണ്, ഉക്രൈനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പിന്നെ അവരത് ദ്രോഹിക്കാത്തത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നുള്ളത്. ഏതായാലും ഇപ്പൊ തന്നെ പുടിൻ ആണ് ഹീറോ. അവസാന നിമിഷത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇവിടുത്തെ റിയൽ ഹീറോ പുടിനാണ്. കാരണം വാച്ചപ്ലയും അതെ, ഈ എന്തോ ഒരു ഓവർ ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല, കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നു. ഈ അമേരിക്ക ഈ ട്രംപ് കയറിയപ്പോൾ മുതലേ യുദ്ധം നിർത്താൻ പല പണിയും നോക്കിയില്ലേ, ഉപരോധം കൊണ്ടിരുന്നു. അതുകൊണ്ട് റഷ്യക്ക് പിന്നെ ഉപരോധം ഒരു പുത്തരിയല്ല, അവർക്ക് പണ്ടോട്ട് ഉപരോധം ഉള്ളതാണ്. എന്നിട്ട് എന്തായി? അവർക്ക് എന്തെങ്കിലും പറ്റിയോ? സാമ്പത്തികമായിട്ട് അവർ തകർന്നിട്ടുണ്ട്, എല്ലാവരും തകർന്ന പോലെ അവരും തകർന്നിട്ടുണ്ട്. എന്തായി? അതെ. ഒന്നും ആയിട്ടില്ല. അപ്പം മൊത്തത്തിൽ എല്ലാവരും ഒന്ന് വെറുപ്പിക്കാൻ മാത്രമാണ് ട്രംപിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ലോകത്തിന് ബോധ്യപ്പെട്ടു അമേരിക്ക ഇപ്പോൾ ഉം. ലോക പോലീസ് പദവിയിൽ ഇല്ല എന്ന്. ഇല്ലെങ്കിൽ കുറച്ചു യെസ്. പേർക്കെങ്കിലും, ജനങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും കരുതിയാൽ അവരൊരു സംഭവമാണ്. ഇപ്പൊ അത് പൂച്ചു പുറത്തിയാടി എന്നുള്ളത് മാത്രമല്ല, ഈ പൂച്ചു പുറത്തിയാടിയിട്ട് 10-15 വർഷമായി. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഉം. സാധാരണ ജനങ്ങളിലേക്ക് അത് മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തി.